ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മോരുകറി കേട്ടോ. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ നമുക്ക് ഗംഭീരാക്കിയാലോ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറികളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഓണസദ്യ ഗംഭീരാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ മോരുകറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വലിയ ചേമ്പത്ത് എടുത്തിക്കണ്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ചെറിയ ചേമ്പത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം തൊലിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മുളകാണ്. അപ്പോൾ എത്ര എരിവാണ് നിങ്ങൾക്ക് ആവശ്യമില്ല അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 4 മുളക് എടുത്തിക്കണേ. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചെറുതാക്കൊന്നും വേണ്ട, ഒന്ന് ചീന്തിയിട്ട് കൊടുത്താൽ മതി. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ചേമ്പത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ചേമ്പത്തൊന്ന് വേകുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിക്കണേ. അപ്പോൾ തേങ്ങയൊക്കെ ചിരവാൻ മടിയില്ലോലും അതേപോലെ തന്നെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂണ്ടിട്ടാണ് തേങ്ങ എടുത്തിക്കണത് കേട്ടോ. ഇനി അതിലേക്ക് 2 വെളുത്തുള്ളിയും അതേപോലെ 2 ചെറിയുള്ളിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പത്തിരിക്കൊക്കെ പൊടിക്കണ അരിപ്പൊടിയില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ എത്ര തോനെ മോര് കാച്ചണേ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ കലക്കി ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചേമ്പത്തൊക്കെ നല്ലൊന്ന് വെന്തുക്കണം. അത് നമ്മൾ ഏത് പാത്രത്തിലാണ് കറി ഉണ്ടാക്കണേ ആ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അരപ്പൊന്ന് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ പാത്രത്തിൽ കുറച്ച് അരപ്പൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ചുവറ്റി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ അരപ്പൊക്കെ ചേമ്പത്തിലേക്കൊന്ന് ആവാനും വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം വെട്ടി തിളക്കാനൊന്ന് കാത്തുക്കണ്ട. ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യമില്ല തൈരൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പുളി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി ആ തൈരും ആ തേങ്ങയൊക്കെ ഒന്നിങ്ങോട്ട് ഒരുമിച്ച് ചൂടാവുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. നല്ലോണം നമ്മൾക്ക് വെട്ടി തിളക്കാനൊന്ന് കാത്തിക്കരുത്. അപ്പോൾ തൈരൊക്കെ ഇതുപോലെ പിന്നെ പാലൊക്കെ പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്ന് ചൂടായതിന് ശേഷം ഇതൊന്ന് വാങ്ങി വെക്കുകയാണ്. ഇതിൻ്റെ അതിലേക്ക് നമുക്ക് നല്ലൊരു അടിപൊളി വറവിടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വറവിടുന്ന സമയത്ത് ഇതേപോലെ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വറവിടാൻ ശ്രമിക്കുക. ഓയിലാണെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല കേട്ടോ. ഇനി ആ കടുക് ഒന്ന് പൊട്ടി തീരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിനും ചേർത്ത് കൊടുത്ത് നല്ലപോലെ നല്ലോണം ചുമന്ന കളറാവുന്ന വരെ ഒന്ന് മൂത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് ചുമന്ന കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യേ അല്ലെങ്കിൽ ചെറിയ തീയിലാക്കിയിട്ട് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചൂടായ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, ഇട്ട് കൊടുത്താൽ രസമാണ്, ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതും നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ല കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നത്. കളറിനൊക്കെ വേണ്ടിയിട്ടാണ് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളകും പൊടി ചേർത്ത് കൊടുത്താൽ തന്നെ തീ ഓഫ് ചെയ്ത് ആ ചൂടായ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലോട്ട് ഈ വറവൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ആ ചട്ടിയിൽ വല്ല അരപ്പും ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് കറി ആ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുവറ്റി ഇതിലേക്ക് തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മൾ അടിപൊളി മോരുകറി റെഡി ആയിക്കുണ്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. കഴിക്കാനാണെങ്കിലോ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാണല്ലോ, ചോറ് കഴിച്ചാലും മടുക്കില്ല, അത്ര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ.